അതില്ലേ, കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്ക് വളരെ ഹെൽത്തിയായ ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. കുട്ടികൾക്ക് വളരെ ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇനി കുട്ടികൾക്ക് നല്ല വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിതാ 1 ഗ്ലാസ് ചെറുപയർ എടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ കഴുകി വൃത്തിയാക്കിയ ചെറുപയർ ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ ആ ഗ്ലാസ്സിന് തന്നെ ഏകദേശം 2 ഗ്ലാസ്സിൻ്റെ അടുത്ത് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഇപ്പോൾ ഇതാ തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ട്. നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാൻ 3 അച്ച് ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അരമുറി തേങ്ങയും ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോഴൊന്നും തീ കത്തിക്കരുത് കേട്ടോ. മിക്സാക്കി എടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 2-3 ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കുകയാണ്. ഇപ്പോൾ തീ കത്തിച്ചതിന് ശേഷം സ്റ്റവ് ഓണാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. തീ കൂട്ടി വെക്കരുത്, അടി പിടിച്ച് പോവും. ചെറുപയർ നല്ല വെന്തതല്ലേ, അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ശർക്കര അതുപോലെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർക്കുകയാണ്. 2 ടീസ്പൂൺ നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഹെൽത്തി ആയൊരു ഡിഷാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് പാലുണ്ടാവാനൊക്കെ നല്ലതാണ് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ. ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത്രയേ ഉള്ളൂ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.